സുധീഷ്, പാകിസ്ഥാനിലെങ്ങും ആഹ്ലാദ പ്രകടനങ്ങളാണ്. ഇന്ത്യയെ തോൽപ്പിച്ചതിൻ്റെ ആഘോഷത്തിൽ പഴയ പാക് താരങ്ങൾ അഫ്രിദി ഉൾപ്പെടെയുള്ളവർ ആ പാകിസ്ഥാൻ്റെ തെരുവീതികളിലെങ്ങും വലിയ ആഘോഷമാണ്. എന്താണ് ഇങ്ങനെ ഒരു സംഭവങ്ങൾ പാകിസ്ഥാൻ അവിടെ നടക്കുന്നത്? ആദ്യമായിട്ട് ഭാരതത്തിൻ്റെ എല്ലാ സൈനികർക്കും അഗാധമായ നന്ദി അറിയിച്ചുകൊണ്ട് തുടങ്ങട്ടെ. പാകിസ്ഥാൻ അവർ ആഹ്ലാദ പ്രകടനത്തിലാകാതെ വല്ല നിവൃത്തിയുണ്ടോ? ജീവൻ തിരിച്ചു കിട്ടിയില്ലേ? അവരത് പ്രതീക്ഷിച്ചില്ല. ജീവൻ തിരിച്ചു കിട്ടി, അതിൻ്റെ ആഹ്ലാദ പ്രകടനം അവർ നടത്തുന്നു. അതായത് മരിച്ചില്ല, കയ്യും കാലും ഒടിഞ്ഞതേ ഉള്ളൂ. മരിച്ചില്ല, കൈയും കാലും ഒടിഞ്ഞിട്ടേ ഉള്ളൂ. അത് മുറി കൂടുമല്ലോ. ഒടിഞ്ഞ കൈയും കാലും നേരെയാവുമല്ലോ. അതിനിപ്പോൾ 1-2 മാസം കിടന്നാൽ മതി. കിടന്ന കിടപ്പായിരിക്കും എന്നല്ലേ ഉള്ളൂ. സാരമില്ല, അത് കഴിയുമ്പോഴത്തേക്ക് എണീറ്റ് നടക്കാമല്ലോ. അവരാഹ്ലാദിച്ചേ പറ്റൂ. ഇന്ത്യ അവർക്കിട്ട് അടിച്ച അടിക്ക് എണീറ്റ് നിൽക്കാൻ പറ്റുക എന്ന് പറയുന്ന വലിയ കാര്യമാണ്. അത് 2 മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും. വളരെ എല്ലാവരും പറഞ്ഞതാണ്, ഈ പരിപാടിയുടെ ശ്രോതാക്കൾ കേൾക്കുന്നതുമാണ്. എന്നാൽ പോലും ഒന്നുകൂടെ പറയാം. നമ്മൾ വളരെ കൺട്രോൾഡായിട്ട് തീവ്രവാദികളുടെ കേന്ദ്രങ്ങളും ലോഞ്ച് പാഡുകളും ഒക്കെ ആക്രമിച്ച് നമ്മൾ അതവിടെ നിർത്തിയതാണ്. അന്ന് പാകിസ്ഥാൻ അവിടെ നിർത്തിയതെങ്കിൽ അവർക്ക് ഇങ്ങനെ ദുർദശ വരില്ലായിരുന്നു. അവർ അവിടെ നിർത്തിയില്ലെന്ന് മാത്രമല്ല, അവർ ഇന്ത്യയെ ഒരു പാഠം പഠിപ്പിച്ച് കളയാമെന്ന് വിചാരിച്ചു. നടന്നില്ല. നമ്മൾ ഈ യുദ്ധത്തിന് വേണ്ടിയിട്ട് എനിക്കൊന്ന് 2016 മുതലെങ്കിലും നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. നമ്മുടെ ഓരോ ബാറ്റിൽ സിനാരിയോയും നമ്മൾ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ അകത്ത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മൾ അത് അന്നേരം നികത്തിക്കൊണ്ടിരിക്കുന്നതാണ്. റഷ്യയും ഇസ്രായേലും ഈ അടുത്ത കാലത്ത് തന്നെ ഒരു യുദ്ധത്തിൻ്റെ അകത്ത് പോയി അവരുടെ വ്യോമ പ്രതിരോധ സിസ്റ്റം തകർത്തിട്ട് 1-2 മിസൈലാണെങ്കിലും അകത്ത് കയറി വന്നു. ഒരു എയർ ഡിഫൻസ് സിസ്റ്റത്തിനെ സാധാരണഗതിക്ക് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തേക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിൽ കൂടുതൽ റോക്കറ്റുകൾ, കൂടുതൽ മിസൈലുകൾ ഒറ്റ അടിക്ക് അയക്കുക എന്നുള്ളതാണ്. റഷ്യയുടെ S-400 ആണെങ്കിലും ശരി, ഇസ്രായേലിൻ്റെ അയൺ ഡോം ആണെങ്കിലും ശരി, അത് റോക്കറ്റുകളെ ഹാൻഡിൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മിസൈലുകളെ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ളതാണ്. ഡ്രോണിന് അവിടെ വലിയ ഒരു പ്രാധാന്യം അവർ കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ അത് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഡ്രോണിന് വേണ്ടിയിട്ടല്ല. അല്ലെങ്കിൽ ആ സമയത്ത് അങ്ങനെ ഒരു പ്രതീക്ഷിച്ചിരുന്നത്. അത് അവരുടേതായിട്ടുള്ള ഇപ്പോൾ ഇസ്രായേലിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഹമാസാണ് അവിടുന്ന് അയക്കുന്നത്, അല്ലെങ്കിൽ ഇറാനാണ് അയക്കുന്നത്. അത് മുഴുവൻ റോക്കറ്റുകളാണ് അല്ലെങ്കിൽ മിസൈലുകളാണ്. അതിൽ താഴെയുള്ള ഡ്രോണുകൾ അവരയക്കുന്ന ഒരു പരിപാടി ഇല്ല. അതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തായിരുന്നു. നമ്മളെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ റഷ്യയുടെ S-400 നമ്മൾ മേടിച്ചു. 3-4 എണ്ണമാണ് മേടിച്ചുള്ളൂ. നമ്മൾ മേടിച്ച് കഴിഞ്ഞിട്ട് ആ സാധനത്തിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു. അതായത് S-400 എടുത്തു, നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റഡാറുകൾ എടുത്തു, റഡാർ സാറ്റലൈറ്റ്, നമുക്ക് റഡാർ ഇമേജിങ് സാറ്റലൈറ്റുകളുണ്ട്, RISAT എന്നാണ് പറയുന്നത്. അതിൻ്റെ അകത്തെ ഡാറ്റ എടുത്തു റിയൽ ടൈമായിട്ട്. ഈ സാധനങ്ങളുടെ എല്ലാത്തിനെയും കൂടി എടുത്തുകൊണ്ട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ എല്ലാം ഡാറ്റയെ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നു. ഇതിന് വേറൊരു സംഗതി കൂടെ ഇതിന് ഉപകരിച്ചിട്ടുണ്ട്. ആർമി, നേവി, എയർഫോഴ്സ് എന്ന് പറയുന്ന സംഗതി ബ്യൂറോക്രസിയിൽ വർക്ക് ചെയ്യുന്ന സാധനമാണ്. ഈ മൂന്നെണ്ണത്തിനെയും ഇത്ര നാളും ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഇത് മൂന്നും തമ്മിൽ തൊട്ട് അങ്ങനെ അങ്ങ് പോകുന്നു എന്നുള്ളതല്ലാതെ ഇവർ തമ്മിൽ സമഞ്ജസമായിട്ടൊരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നില്ല. കോർഡിനേഷൻ ഉണ്ടായിരുന്നില്ല. അതായത് കാർഗിൽ യുദ്ധ സമയത്ത് അത് സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു കോർഡിനേഷൻ്റെ പ്രശ്നം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പ് പല യുദ്ധത്തിലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ശരിക്കും പറയാം നമ്മൾ ഈ 2022 നമ്മൾ തിയേറ്റർ കമാൻഡ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. ജമ്മു മുതൽ ഇങ്ങ് കച്ച് വരെയുള്ള പാകിസ്ഥാനെ ഫേസ് ചെയ്ത് കിടക്കുന്നതിനെ നമ്മൾ പടിഞ്ഞാറൻ തിയേറ്റർ കമാൻഡ് ആക്കുകയും, ലഡാക്ക് മുതൽ ഇങ്ങ് നമ്മുടെ 7 സിസ്റ്റേഴ്സ് വരെയുള്ള ഏരിയയെ നമ്മൾ നോർത്തേൺ തിയേറ്റർ കമാൻഡ് ആക്കുകയും, ബാക്കിയുള്ളതിനെ സദേൺ ഇന്ത്യയുള്ള ഇതിനെ നമ്മൾ മാരിടൈം തിയേറ്റർ കമാൻഡ് ആക്കി. മാരിടൈം തിയേറ്റർ കമാൻഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരവും, നോർത്തേൺ തിയേറ്റർ കമാൻഡിൻ്റെ ആസ്ഥാനം ലക്നൗവും, വെസ്റ്റേൺ തിയേറ്റർ കമാൻഡിൻ്റെ ആസ്ഥാനം ജയ്പൂരുമാണ്.
അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ബ്യൂറോക്രസിയിൽ നിന്ന് മാറാനായിട്ട് ഇത് വളരെയധികം സഹായിക്കും. കാരണം ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന എന്താ വെച്ചാൽ ഏത് റഡാർ ഉണ്ടെങ്കിലും അതിനെല്ലാം കൂടെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരികയാണ്. സാറ്റലൈറ്റ് ആണെങ്കിലും ശരി, റഡാർ ഇമേജിങ് സാറ്റലൈറ്റുകളുണ്ട്, നമ്മുടെ റഡാറുകളുണ്ട്, പല റഡാറുകളുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഇൻപുട്ട് എടുത്ത് ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് പാകിസ്ഥാനിൽ ഒരു പക്ഷി പറന്നു തുടങ്ങി കഴിഞ്ഞാൽ അത് പക്ഷിയാണോ പക്ഷിയുടെ രൂപത്തിലുള്ളൊരു ഡ്രോണാണോ എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ടുള്ളൊരു കേപ്പബിലിറ്റിയാണ് നമ്മൾ ഈ റഡാറുകളുടെ ഒക്കെ ഡാറ്റ ഇൻ്റഗ്രേഷൻ കൊണ്ട് ചെയ്യുന്നത്. ഇത് പറഞ്ഞപ്പോൾ വളരെ എളുപ്പമാണ്. ഇതിൻ്റെ അകത്ത് S-400 അകത്തെ റഡാറുണ്ട്, അത് റഷ്യൻ ഇതിലാണ് സ്റ്റാൻഡേർഡ്സിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ സാറ്റലൈറ്റുകളിലെ ഡാറ്റ അത് വേറൊരു സ്റ്റാൻഡേർഡിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ പരമ്പരാഗത റഡാറുകളുടെ ഡാറ്റ അത് വേറെ ഒരു സ്റ്റാൻഡേർഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിനെല്ലാത്തിനെയും കൂടെ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് റീഡ് ചെയ്യാൻ പാകത്തിനാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അത് മെഷീൻ ലെവലിൽ ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യണം. മെഷീൻ ലെവലിൽ ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതും കുഴപ്പമില്ല, അതെല്ലാം ഒരു സെക്കൻഡ് കൊണ്ട് നടക്കണം. അപ്പോൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ മുഴുവൻ പ്രോസസ്സിനെയും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭാരതീയ സൈനിക ശക്തി ഓട്ടോമേറ്റ് ചെയ്തു. ഓട്ടോമേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരാൾ നോക്കണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് ഇത് മുഴുവൻ നടക്കണം. ഇന്ന പോലെ വന്നാൽ ഇങ്ങനെ ചെയ്യാനായിട്ട് കോഡ് എഴുതി അത് അവിടെ എഴുതി വെച്ചിട്ട് അതിനെ ആ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നിട്ട് അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഒരാൾ ഒബ്വിയസ്ലി അത് നോക്കണം, ഇത് പക്ഷിയാണോ ഡ്രോൺ ആണോ എന്നുള്ളത്. നോക്കിക്കഴിഞ്ഞാൽ അതിനെ അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സൈസ്, മറ്റേ ഘടന എന്നുള്ളതെല്ലാം നോക്കിക്കൊണ്ട് ഇതിന് പറ്റിയത് ഏതാണ്, S-400 ആണോ, ആകാശാണോ, ബാരാക്കാണോ, അതോ നമ്മുടെ തോക്കുകളാണോ. വേറൊരു കാര്യം കൂടെ ചെയ്തു, അതായത് നമ്മൾ പണ്ട് കണ്ടം ചെയ്യാനായിട്ട് വെച്ചിരുന്ന വിമാനവേധ തോക്കുകളുണ്ട്. പണ്ട് ആൾക്കാർ മാനുവലി കയറുന്ന വെടിവെച്ചുകൊണ്ടിരുന്ന സാധനങ്ങളാണ് ഈ L-70 ZU-23 എന്നൊക്കെ പറയുന്ന തോക്കുകൾ. ഇത് L-70 സ്വീഡനിൽ ഉണ്ടാക്കിയിരുന്ന സാധനമാണ്. അത് ആദ്യം കണ്ടുപിടിക്കുന്ന 1930. രണ്ടാം ലോക മഹായുദ്ധ കാലത്തെ തോക്കുകൾ എടുത്തിട്ട് അതിൻ്റെ അകത്ത് റോബോട്ടിക്സ് വേണമെങ്കിൽ റോബോട്ടിക്സ്, ഹൈഡ്രോളിക് വേണമെങ്കിൽ ഹൈഡ്രോളിക്, ഇതെല്ലാം അപ്ലൈ ചെയ്ത് ഇതിനെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ വെടിപൊട്ടാൻ പാകത്തിനാക്കി വെച്ചിട്ടാണ് ഈ മുഴുവൻ ഇത്ര ഒരു എയർ സുപ്പീരിയോറിറ്റി നമുക്ക് കിട്ടിയത്. നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഇത്രയും സുപ്പീരിയർ ആകുന്നത് ഇതിനു മാത്രം പണി ഇതിൻ്റെ പുറകിലെടുത്തിട്ടാണ്. ചില്ലറ പണിയൊന്നുമല്ല, വർഷങ്ങളെടുത്ത പണിയാണിത്. ഇത് ഓരോന്നിനെയും കൊണ്ടുവരിക, ആ ഡാറ്റ എടുത്തുകൊണ്ട് വയ്ക്കുക, പോരാ, തീർന്നില്ല. ഇതിൻ്റെ ഒരു ബ്രെയിൻ എന്ന് പറയപ്പെടുന്നത് ആകാശ് തീർ എന്ന് പറയുന്ന ഒരു കോമ്പണൻ്റ് ആണ്. അതിൻ്റെ അകത്തുനിന്ന് മിസൈലും വിടാം, അത് പോർട്ടബിളാണ്. ഈ സാധനത്തിന് ഒരു ആസ്ഥാനമില്ല. ഇപ്പോൾ ഒരു കമാൻഡ് സെൻറ്ററിൽ അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിൻ്റെ അകത്ത് നമ്മൾ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കെട്ടിടം തകർന്ന ഈ സാധനം തകർന്നു പോകും. ഇതങ്ങനെയല്ല. ഈ ആകാശ് തീർ എന്ന് പറയുന്ന ഒരു കോമ്പണൻറ്റിൻ്റെ അകത്താണ് ഇതിനെയൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനും ഒക്കെ ഒരു ഇത് കൊണ്ടുവന്നത്. ഈ സാധനം ട്രക്കുകളിൽ നമുക്ക് കൊണ്ടുപോകാം. 450 എണ്ണമാണ് ഇന്ത്യൻ സൈന്യം ഇത് കപ്പാസിറ്റി ആയിട്ട് വെച്ചിരിക്കുന്നത്. അതിൻ്റെ 145 എണ്ണം ഇതുവരെ ആയിട്ടുള്ളൂ. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ആണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരു സിനാരിയോയിലേക്ക് കൊണ്ടുവന്നിട്ടാണ് ഇത്രയും ഹയർ എയർ സുപ്പീരിയോറിറ്റി എയർ ഡിഫൻസ് സുപ്പീരിയോറിറ്റി നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ഒന്നുമല്ല, റഷ്യയെ, ചൈനയെ, അമേരിക്കയെ, പാകിസ്ഥാനെ, ബാക്കി എണ്ണിയാലൊടുങ്ങാത്ത ബാക്കിയുള്ള രാഷ്ട്രങ്ങളെ പലരെയും ചൊടിപ്പിച്ചിട്ടുണ്ട് ഇതെല്ലാം. ഈ ഒരു അവസ്ഥയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചൈനയോട് പോയി എതിർക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ പോലും ചൈന ഒന്ന് മടിച്ചിട്ടേ ബാക്കി ചെയ്യും. ഇതൊക്കെ ഇത്രയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നിടത്ത് പിന്നെ പാകിസ്ഥാൻ സന്തോഷിക്കാതെ വേറെ വഴിയില്ല. അതായത് ഇത്രയും വർഷങ്ങളുടെ ഒരു പ്രയത്നം കൊണ്ടാണ് നമ്മൾ ഇത്ര നല്ലൊരു എയർ ഡിഫൻസ് സംവിധാനം ഉണ്ടാക്കിയെടുത്തത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ നിരന്തരം ഡ്രോണുകളും മിസൈലുകളും ഒക്കെ വിട്ടിട്ടും അതൊന്നും ഇന്ത്യയിലൊരു അപൂർവമായിട്ടൊക്കെ വീണിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും ഒരു യഥാർത്ഥത്തിൽ ഇങ്ങനൊരു സംവിധാനം ഉണ്ടാക്കിയെടുത്തില്ലായിരുന്നെങ്കിലുള്ള അവസ്ഥ എന്തായിരുന്നേ? ഈ ഡ്രോണുകളുടെ പകുതിയും നമ്മുടെ നാട്ടിൽ വീണ് പൊട്ടും. ഇപ്പോൾ മോദിയെ പ്രകീർത്തിക്കുന്ന എല്ലാവരും മോദിയെ കുറ്റം പറയും. മോദി നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ജീവിതം ആപത്തിൽ കൊണ്ടിട്ടു എന്ന് കുറ്റം പറഞ്ഞേനെ, തീർച്ചയായിട്ടും പറയാം. മോദിയെ കുറ്റം പറയാനായിട്ടൊരു ചാൻസ് നോക്കിയിരിക്കണം മനുഷ്യൻ. ആ ഒരു ചാൻസ് കൈ കൊണ്ട് കൊടുക്കുന്ന പരിപാടിയാണ്. ഇനി ഇതിൻ്റെ അകത്തുനിന്ന്
നമ്മളിത് ആദ്യം സംസാരിച്ച് തുടങ്ങി കഴിയുമ്പോൾ വേറൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു. ഇതിൻ്റെ ചരട് ചൈനയിലാണ് എന്ന്, ഈ ചരടിൻ്റെ അറ്റം ചൈനയിലാണ് എന്ന് പറഞ്ഞിരുന്നു. ചൈന കുറേ വർഷങ്ങളായി ചൈന ഒരു യുദ്ധത്തിന് കയറിയിട്ട്. 62 ഇന്ത്യയോട് യുദ്ധം ചെയ്തു. എനിക്ക് തോന്നുന്നു കൊറിയൻ വാറും ആ ഒരു സമയത്ത് ചൈന ഉണ്ടായിരുന്നു. അതിനുശേഷം ചൈന യുദ്ധത്തിന് പോയിട്ടില്ല. ചൈന ഒരു ബാറ്റിൽ റെഡി രാജ്യമല്ല. ഇന്ത്യ ഒരു ബാറ്റിൽ റെഡി രാജ്യമാണ്. നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. താങ്ക്സ് ടു പാകിസ്ഥാൻ. പാകിസ്ഥാൻ ആണ് നമ്മളെ ആ ഒരു ബാറ്റിൽ റെഡി ആക്കി വെച്ചിരിക്കുന്നത്. ഈ ഇപ്പോൾ നമ്മൾ അടിച്ചാടി ഉറി സംഭവം കഴിഞ്ഞപ്പോൾ ഓങ്ങി വെച്ചിരിക്കുന്നതാണ്. അതാണ് ഇപ്പോൾ തല്ലിയിരിക്കുന്നത്. സമയമെടുത്ത് സൗകര്യമെടുത്ത് നല്ല പോലെ തയ്യാറായിട്ട് പോയി ഒറ്റയടി വെച്ചിട്ടു. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഏറ്റവും ഞെട്ടിരിക്കുന്ന ചൈനയാണ്. ചൈനീസ് ആയുധങ്ങൾ തകർന്നു നിൽക്കുന്നു. ഇനി ചൈനയും ഇന്ത്യയുമായിട്ടുള്ള ഒരു സിനാരിയോ കൂടി നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, ചൈനയ്ക്ക് ഇന്ത്യയോട് യുദ്ധം ചെയ്യണമെന്നുണ്ടെന്ന് വെക്കുക. ചൈനയ്ക്ക് ഈ ഹിമാലയം കടന്നിട്ട് വേണം ഇങ്ങോട്ട് പോരാനായിട്ട്. കരയുദ്ധം അവിടെ വലിയ പാടാണ്. ഹിമാലയത്തിൻ്റെ മേളിൽ കൂടെ ഫ്ലൈറ്റിൽ വരുന്നത് അതിലേറെ പാടാണ്. അതായത് ടിബറ്റൻ പീഠഭൂമിയെയും ഹിമാലയത്തെയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മേളിൽ കൂടെ ഫ്ലൈറ്റുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന പോലും ഇല്ല. അത് താല്പര്യമില്ല അവർക്ക്. കാരണം വലിയ കഷ്ടപ്പാടാണ്, ടർബുലൻസ് ആണ്, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. എന്നാൽ പോലും എന്താ പറയുക, ഒരു വായു യുദ്ധമാണ് ചൈനയ്ക്ക് പറ്റുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും വലിയ പ്രതിരോധമല്ലേ നമ്മളിപ്പോൾ കാഴ്ചവെച്ചിരിക്കുന്നത്. അതെ. ഇനി അടുത്ത വഴി എന്തെന്നാ കടലിലോട്ട് വരാനായിട്ടോ? നമ്മൾ ഇന്ത്യൻ നേവി വെറുതെ ഇരിക്കുമോ? അവിടെ പാകിസ്ഥാനെ തല്ലാൻ കിട്ടാത്ത കലിപ്പിൽ നിൽക്കുക പ്രമോദ് ചേട്ടൻ. നല്ല കലിപ്പിൽ നിൽക്കുക. അങ്ങനെ ഒരട്ടി കൊടുക്കാൻ പറ്റിയിട്ടില്ല. ആ ഒരു വിഷമം നന്നായിട്ടുണ്ടാവും. നാവികസേനയ്ക്ക് പൊതുവെ ഒരു കലിപ്പുണ്ടാവും. കാര്യം പിന്നെ ബാക്കിയുള്ളവരൊക്കെ കയറി മേയുമ്പോഴത്തേക്ക് ഇവരെ കാഴ്ചക്കാരായിട്ട് സൈഡിൽ കൊണ്ട് 71 ശേഷം തൊടാൻ പറ്റിയിട്ടില്ല. ശ്രീലങ്കൻ ആ ഒരു സമാധാന സേനയുടെ ഭാഗമായിട്ട് കുറച്ച് ഉണ്ടെങ്കിലും നാവികസേനയ്ക്ക് കാര്യമായൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു യുദ്ധത്തിൽ. കാര്യം ഇപ്രാവശ്യങ്ങളിൽ നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ നടന്നില്ല. അതിൻ്റെ ഒരു ദേഷ്യം പ്രമോദ് സാറിന്റെ മുഖത്ത് കാണാമായിരുന്നു. അപ്പോൾ ഈ ഇപ്പോഴത്തെ ഒരു മാറ്റം, അതായത് ഇതിനിടയിൽ ട്രംപിൻ്റെ ഒരു പ്രസ്താവന, അതായത് ഞങ്ങളാണ് ഇതിൻ്റെ എല്ലാം ആളുകൾ എന്ന് പറഞ്ഞിട്ട് പ്രസ്താവന. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നരേന്ദ്രമോദിയുമായിട്ട് അത്ര ഒരു നല്ല രസത്തിലുള്ള ഒരു ഇതാണെന്ന് തോന്നുന്നില്ല ഇനി അങ്ങോട്ട്. അപ്പോൾ ഇത് നമ്മളെ എങ്ങനെ ബാധിക്കും? ട്രംപ് പല കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ സർഗോദ അവിടെ കൊണ്ട് ഒരു ബ്രഹ്മോസ് കൊണ്ടിട്ട്, ഒരു ബ്രഹ്മോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, ഒരു ബ്രഹ്മോസ് 3000 കിലോയാണ്. 3000 കിലോ ഉള്ള ബ്രഹ്മോസിൻ്റെ അകത്ത് 400 കിലോയോളം സ്ഫോടക വസ്തുക്കളാണ്, എക്സ്പ്ലോസീവ്സ് ആണ്. ഈ സാധനം പോകുന്നത് മാക്ക് 3, അതായത് ശബ്ദത്തിൻ്റെ 3 ഇരട്ടി വേഗതയിൽ, ഏകദേശം 1000 കിലോമീറ്ററോളം സ്പീഡിലാണ് ഈ സാധനം പോകുന്നത്. ഈ സാധനം 3000 കിലോ ഉള്ള ഒരു സാധനം 1000 കിലോമീറ്റർ സ്പീഡിൽ പോയി ഒരു പോയിന്റിൽ ചെന്ന് ഇടിച്ച് കഴിയുമ്പോൾ 30 ലക്ഷം കിലോയുടെ ഇമ്പാക്റ്റാണ് അവിടെ വരുന്നത്. 30 ലക്ഷം കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡാണ് അതിൻ്റെ യൂണിറ്റ് പോലും പറയുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പോയി ഇടിച്ചു കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ചുറ്റും ഭൂമി കുലുങ്ങുന്നത്. നമ്മൾ ഈ സർഗോദയിൽ ഈ മിസൈൽ വന്ന് വീഴുന്നതിൻ്റെ ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എടുത്തയാൾ താഴെ പോയി. കിരാന കുന്നിൻ്റെ കാര്യം പറയുന്നത്. ആ വീഡിയോ എടുത്തയാള്, കിരാന കുന്നുകൾ എന്ന് പറയുന്നത് സർഗോദ എയർബേസിന്റെ തൊട്ടടുത്ത്. ആ കിരാന കുന്നുകളിൽ ഈ മിസൈൽ വന്ന് വീഴുന്നതിന്റെ വീഡിയോ എടുത്തയാളും നിലത്ത് വീണു. ആ വീഡിയോ ഒന്നുകൂടെ പോയി നോക്കിയാൽ കാണാം. അയാൾ അവിടെ നിന്നോണ്ട് വീഡിയോ എടുത്തയാൾ മിസൈൽ ചെന്ന് വീണതിൻ്റെ ആ ആഘാതത്തിൽ ആൾ നിലത്ത് പോയി. അപ്പോൾ പിന്നെ അതിൻ്റെ അകത്തുള്ള സാധനങ്ങൾ തീർച്ചയായിട്ടും കുലുങ്ങിയിട്ടുണ്ട്. അവിടെ ഭൂമി കുലുങ്ങി, ഇപ്പോഴും കുലുങ്ങിക്കൊണ്ടിരിക്കുന്നു. ആദ്യം കുലുങ്ങിയത് ഈ മിസൈലിൻ്റെ ഇമ്പാക്റ്റിലാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ചിരുന്ന ന്യൂക്ലിയർ ഫ്യൂവല്, ഈ ന്യൂക്ലിയർ അണുവായുധങ്ങൾ ഒരിക്കലും എല്ലാം കൂടെ അസംബിൾ ചെയ്ത് ഒരു ബോംബ് പോലെ നമ്മൾ ഈ സിനിമയെ കാണുന്ന പോലെ ഒന്നും അല്ല വെച്ചേക്കുക. അത് പീസാക്കിയിട്ട് മാറ്റിയായിരിക്കും വെച്ചേക്കുന്നത്. ന്യൂക്ലിയർ ഫ്യൂവൽ ഒരു സ്ഥലത്തും അതിൻ്റെ ഡെറ്റനേറ്റർ വേറെ സ്ഥലത്തും ഒക്കെ ആയിട്ടാണ്. ഈ കുലുക്കത്തിൻ്റെ ഇടയ്ക്ക് ഈ ന്യൂക്ലിയർ ഫ്യൂവൽ അൺസ്റ്റേബിൾ ആവുകയും അവിടെ നിന്ന് ആ സാധനം റേഡിയോ ആക്റ്റീവ് കുക്കപ്പ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തിലേക്ക് പോവുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനിൻ്റെ ആ ന്യൂക്ലിയർ സ്റ്റോറേജ് ഫെസിലിറ്റി ഇനി തുറക്കണ്ട.
വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ഒരു കരാറുണ്ട്. നമ്മുടെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ഏതൊക്കെയാണ് എന്ന് അവർക്കും അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ഏതൊക്കെയാണെന്ന് നമുക്കൊരു ലിസ്റ്റ് കിട്ടും. അതിൻ്റെ അകത്ത് ഈ കിരാന കുന്നുകളിൽ ഇല്ല, ആ സൈറ്റ് ഈ ലിസ്റ്റിലില്ല. സോ ഇന്ത്യ അറിഞ്ഞുകൊണ്ടൊരു ന്യൂക്ലിയർ ഫെസിലിറ്റിയെ ആക്രമിച്ചു എന്ന് പറയാൻ പറ്റില്ല. അതെ, പാകിസ്ഥാൻ അമേരിക്കയുടെ ഏറ്റവും വലിയ അലൈയാണ്. പാകിസ്ഥാൻ അമേരിക്കയുടെ ഏറ്റവും വലിയ അലൈയാണെന്ന് പറഞ്ഞാൽ മാത്രം പോരാ. 70കളുടെ അവസാനത്തിൽ 80കളുടെ തുടക്കത്തിൽ പാകിസ്ഥാൻ വഴി അഫ്ഗാനിസ്ഥാനിലൊരു തീവ്രവാദം വളർത്തി അതോടെ സോവിയറ്റ് യൂണിയനെ പുറത്താക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ശരിക്കും ലോകത്ത് ആദ്യമായി തീവ്രവാദം വളർത്തിയെടുക്കുന്ന അമേരിക്കയാണ്, സോവിയറ്റ് യൂണിയന് വേണ്ടിയിട്ട്. അവിടെയാണ് ഹിലാരി ക്ലിൻ്റൻ്റെ മറ്റേ വാക്കുകൾ ഏറ്റവും ആപ്റ്റായിട്ട് വരുന്നത്. നീ നിന്റെ പുറകിലത്തെ വീടിൻ്റെ പുറകിൽ വളർത്തുന്ന പാമ്പുകൾ അയലോകംകാരനെ മാത്രമേ കടിക്കുമെന്ന് വിചാരിക്കേണ്ടെന്ന്. ആ കടിയായിരുന്നു 9/11. അതെ, ആ കടിയായിരുന്നു 9/11. അവർ വളർത്തിയ പാമ്പ് അവരെ തന്നെ കടിച്ചതായിരുന്നു 9/11. അത് ശരിക്കും ഹിലാരി ക്ലിൻ്റൺ പറഞ്ഞ പാകിസ്ഥാനോടാണ്, പക്ഷെ ശരിക്കും ആപ്റ്റായത് അമേരിക്കൻ കൂടിയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു അലയായിട്ടുള്ള പാകിസ്ഥാന് നല്ലപോലെ അടി കിട്ടുകയും ചെയ്തു. ഈ സർഗോദയിലെ ന്യൂക്ലിയർ ഫ്യൂവൽ മെൽറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പോയി. പിന്നെ അടുത്തത് അവരുടെ ഒരു സ്റ്റോറേജ് ഫെസിലിറ്റി ഉള്ള ജക്കോബാദാണ്. അവിടെ നമ്മൾ ഇത് ഇട്ടു, പക്ഷേ അവിടെ ന്യൂക്ലിയർ ലീക്ക് ഉണ്ടെന്ന് ഇത് വന്നിട്ടില്ല, ഒരു വാർത്ത പുറത്തേക്ക് വന്നിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ 50-60 ന്യൂക്ലിയർ അണുവായുധം ഉണ്ടായിരുന്നു എന്നായിരുന്നു പറഞ്ഞു കേട്ടിരുന്നത് പാകിസ്ഥാന്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ അത് പകുതിയും ഓൾറെഡി പോയി. പാകിസ്ഥാൻ ഒരു എഡ്ജില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. പാകിസ്ഥാൻ അടികൊണ്ട് നട്ടം തിരിഞ്ഞു. പാകിസ്ഥാൻ്റെ എയർ ഡിഫൻസ് പോയി. F-16 അമേരിക്കയുടെ എയർ സുപ്പീരിയോറിറ്റി ആയിട്ടുള്ള F-16 നമ്മൾ അടിച്ചിട്ടു. അമേരിക്ക അവരുടെ F സീരീസിലുള്ള അടുത്ത ഇത് നമുക്ക് തരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, നമുക്ക് വിൽക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ അടിച്ചിടുന്നത് F-35. എന്താണെങ്കിലും ശരി, ഇത് നമുക്ക് ചീള് കേസാന്നാണ് നമ്മളിപ്പോൾ ഓൾറെഡി സ്റ്റേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ പുറകിലൊരു ബിസിനസ് താല്പര്യമുണ്ട്. ചൈനയുടെ ആയുധങ്ങൾ, ഫ്ലൈറ്റുകൾ ആണെന്നുണ്ടെങ്കിലും ശരി, ചൈനയുടെ മിസൈലുകളാണെങ്കിലും ശരി, ചൈന ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് വിൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സ്റ്റോക്ക് പെട്ടെന്ന് 50% അതിൻ്റെ വില കൂടിയിട്ട് ഇപ്പം താഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണ് ആൾക്കാർക്ക് സത്യാവസ്ഥ മനസ്സിലായി വരുന്നത്, താഴോട്ട് അതിൻ്റെ വില പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യക്കാർ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം അവരുടെ ബിസിനസ്സിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നു. അമേരിക്കയ്ക്ക് ദേഷ്യം വരുന്നത് സ്വാഭാവികമല്ലേ? ട്രംപിന് ദേഷ്യം വരുന്നത് സ്വാഭാവികമല്ലേ? ഇതിൻ്റെ ഇടയ്ക്ക് ട്രംപ് കയറി ഒരു വിടുവായത്തരം പറയുകയും ചെയ്തു, ഞാനാണിത് ബ്രോക്കർ ചെയ്തതെന്ന് പറഞ്ഞ്, അത് നിങ്ങളൊന്നും ബ്രോക്കർ ചെയ്യാൻ വരണ്ട, ഞങ്ങളും പാകിസ്ഥാനുമായിട്ടുള്ളത്. അത് ട്രംപിനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ട്രംപ് അത് മറ്റേ കഴിഞ്ഞ ഇലക്ഷൻ ക്യാമ്പയിൻ്റെ സമയത്ത് പറയുകയും ചെയ്തു, മോദിയോട് ഞാൻ പാകിസ്ഥാനോട് സംസാരിക്കാമെന്ന് പറയാൻ വേണ്ട, എനിക്കറിയാം എന്ന് പറഞ്ഞതായിട്ട് ഇപ്പോഴൊന്നുമല്ല, ഒരു കഴിഞ്ഞ നവംബറിലെങ്ങാണ്ടും ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ട്രംപ്. പരസ്യമാണ്, വീഡിയോ ഫുട്ടേജ് എല്ലായിടത്തും ഉണ്ട്. അങ്ങനെയുള്ള ട്രംപിന് കയറി ഇത് പറയേണ്ട ഒരു കാര്യമല്ല. മിണ്ടാണ്ട് അവിടെ സൈഡിലിരുന്ന മോദി ഒരു ടഫ് ഗൈ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ആ ടഫ്നെസ് ഇപ്പോഴാണ് ശരിക്കും ട്രംപ് അറിയുന്നത്. ഇത്ര നാളൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള മറ്റുള്ളവർ കാണിക്കുന്ന ടഫ്നെസ്സേ ട്രംപ് കണ്ടിട്ടുള്ളൂ മോദിയുടെ. ഇപ്പോഴാണ് മോദിയുടെ ടഫ്നെസ് ശരിക്കും കാണുന്നത്. ഇവിടെ ഒന്നും ആരും എന്താ പറയുക അനങ്ങണ്ട. നമ്മൾ പാകിസ്ഥാൻ വിളിച്ചു, നമ്മൾ വെടിനിർത്തി, അതിൻ്റെ ഇടയ്ക്ക് ആരും ക്രെഡിറ്റിന് വേണ്ടി ഇങ്ങോട്ട് വരാം. അതുപോലെ തന്നെ ഈ അണുവായുധത്തിനൊരു പണി കൊടുത്തതുകൊണ്ടായിരിക്കും ആണവായുധം പറഞ്ഞ് ഇനി ഞങ്ങളെ പിടിപ്പിക്കാൻ നിൽക്കണ്ട, അല്ലെങ്കിൽ ആ ഒരു പരിപാടി നടക്കില്ല, ആ ബ്ലാക്ക് മെയിൽ കയ്യിൽ വെച്ചാൽ മതി എന്ന് നരേന്ദ്രമോദി പറഞ്ഞത്. അത് മാത്രമല്ല, നരേന്ദ്രമോദി മറ്റേ മല്ലീശ്വരൻ്റെ അമ്പ് പോലെ ഒരെണ്ണം എടുക്കും, തൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് അത് 10-100 മൾട്ടിപ്ലൈ ചെയ്ത് പോകും. പല സ്ഥലത്താണ് പോയി കയറുക. അണുവായുധം പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വരണ്ട എന്ന് പറഞ്ഞ് പാകിസ്ഥാനോട് മാത്രമല്ല അതുപോലെ തന്നെ ചൈനയോടും കൂടിയാണ്. ചൈന ഒരു ആണവശക്തിയാണല്ലോ, അത് കാണിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ട. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ സർഗോദയിൽ അല്ലെങ്കിൽ കിരാന കുന്നുകളിൽ ഇങ്ങനെ ഒരു ന്യൂക്ലിയർ മെൽഡൗൺ നടന്നു എന്ന് പറഞ്ഞല്ലോ. ഇങ്ങനെ മെൽഡൗൺ നടന്നു കഴിഞ്ഞാൽ ഇനി പാകിസ്ഥാൻ്റെ കയ്യിലിരിക്കുന്ന ബാക്കിയുള്ള സാധനങ്ങൾ അമേരിക്കയും ബാക്കി ആണവ സംഘടനകളും കൂടെ വന്നിട്ട് മേടിച്ചോണ്ട് പോകും. നിങ്ങൾക്കിത് എന്താ പറയുക സൂക്ഷിക്കാൻ അറിയില്ല. അതാണ് അവർ പറയാൻ പോകുന്ന കാര്യം. ഇത് ഈ ഒരു സിറ്റുവേഷൻ അമേരിക്കയുടെ അജണ്ടയിലുള്ളതാണ്, ഇസ്രായേലിൻ്റെ അജണ്ടയിലുള്ളതാണ്, യൂറോപ്പിലെ പല രാജ്യങ്ങളുടെ അജണ്ടയിലുള്ളതാണ്. കാരണം ഇത് ഏറ്റവും അഫക്റ്റ് ചെയ്തിരിക്കുന്നത് ശരിക്കും ഇറാനെയും ചൈനയുമാണ്. ഇറാനിൻ്റെ
മരിച്ചുപോയ പ്രസിഡന്റ് ഉണ്ടല്ലോ, ഹെലികോപ്റ്റർ ക്രാഷിൽ മരിച്ചുപോയ പ്രസിഡന്റ് പാകിസ്ഥാനിൽ വന്ന് ഇവിടെ ചർച്ചയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന 10ാമത്തെ ദിവസം മറ്റാണ് ഇങ്ങനെ ഹെലികോപ്റ്റർ പൊട്ടിത്തെറിച്ച് മരിക്കുന്നത്. ഇങ്ങേര് പാകിസ്ഥാനിൽ നിന്നൊരു അണുവായുധം കാശ് കൊടുത്ത് മേടിക്കാനായിട്ട് വന്നതാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോഴത്തേക്കും മൊസാദ് തട്ടിക്കളഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ്റെ കയ്യിൽ അണുവായുധം ഇരിക്കുന്ന ഇസ്രായേലിന് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഈ പാകിസ്ഥാന് പൈസ ഇല്ലാത്തതിൻ്റെ കയ്യിൽ അണുവായുധം ഇരിക്കുന്ന സമയത്ത് ആരെങ്കിലും വന്നിട്ട് ഞാൻ ചോദിക്കുന്ന പൈസ തരാം, ആ പൈസ ഞാൻ തന്നേക്കാം, നിനക്ക് എത്ര പൈസ വേണം പറഞ്ഞു ഞാൻ തരാം എന്ന് പറഞ്ഞെടുത്ത് അണുവായുധം എടുത്ത് വിറ്റ് കഴിഞ്ഞാൽ 10 എണ്ണം ഉള്ളതിൻ്റെ അന്നോ അല്ലെങ്കിൽ 50 എണ്ണം ഉള്ളതിൻ്റെ അന്നോ ഒരെണ്ണം എടുത്ത് വിറ്റ് കഴിഞ്ഞാൽ പോയില്ലേ. അത് എവിടെ ചെന്ന് കയറും? അത് ഇസ്രായേലിൽ പോയി പൊട്ടുമോ, അമേരിക്കയിൽ പോയി പൊട്ടുമോ, ബാക്കി യൂറോപ്പിൽ എവിടെയെങ്കിലും പൊട്ടുമോ, ചൈനയെ തന്നെ പൊട്ടുമോ എന്നറിയില്ല, എവിടെ പൊട്ടുമെന്ന് ആർക്കും അറിയാത്ത അവസ്ഥ. അപ്പോൾ ഇത് ലോക സമാധാനത്തിൻ്റെ കാര്യം കൂടെ മോദി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിതാണ്. ഇതുകൊണ്ടാണ് മോദി ലോക സമാധാനത്തിൻ്റെ കാര്യം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ ഒരു പഹൽഗാം ആക്രമണത്തോടു കൂടി ലോകക്രമത്തിലൊരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കും. ലോകക്രമത്തിൽ മാറ്റം സംഭവിച്ചോന്നോ? പല രീതിക്ക് മാറ്റം സംഭവിച്ചു. ഒന്ന്, ഇന്ത്യൻ എൻജിനീയറിംഗ് എന്ന് പറയുന്ന സംഗതി, ഇന്ത്യൻ PSUസിൻ്റെ എൻജിനീയറിംഗ്, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ഒരു PSU ആണ്. എൻജിനീയറിംഗ് അതിഭീകരമായിട്ട്, അത് റഷ്യയെക്കാട്ടി ഇസ്രായേലിനെക്കാട്ടി നല്ലത് എന്ന് പറയുന്ന രീതിക്ക് സമഗ്രമായ ഒരു പ്രൊഡക്റ്റാണ് എന്നുള്ള രീതിക്ക് മുമ്പോട്ട് വന്നു. കാരണം അമേരിക്കയിലേക്കാണെങ്കിൽ പോലും 10-15 മിസൈലുകൾ ഒരുമിച്ച് തന്നു കഴിഞ്ഞാൽ അവരുടെ ഇത് താഴെ പോകുമോ ഇല്ലയോ എന്നുള്ളത് ആരും ടെസ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഹൂതികളെ എടുത്തിട്ടടിക്കാണ്. അതാ പറഞ്ഞത് 15 ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത് അതുകൊണ്ടാണ്. ഹൂതികൾ മറ്റേ ഹമാസ് വിട്ട പോലെ ഒത്തിരി റോക്കറ്റ് ഒന്നും വിട്ടില്ല. അമേരിക്ക ഓൾറെഡി തല്ലുകൊണ്ടു, അവിടെ ഒരു ചമ്മലുണ്ട്. രണ്ടാമത്തെ കാര്യം, ആയുധ വിൽപ്പന കൂടും. ബ്രഹ്മോസിന് ഓൾറെഡി 16 രാജ്യങ്ങൾ, ഇന്നലത്തെ സിറ്റുവേഷനിൽ 16 രാജ്യങ്ങൾ ഇൻട്രസ്റ്റ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് ഫിലിപ്പീൻസിന് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നു. 16 രാജ്യങ്ങൾക്ക് ഇപ്പോൾ ബ്രഹ്മോസ് വേണം. ഈ ആകാശ് തീർ അഥവാ നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് എത്ര ആൾക്കാർ വന്നിട്ടുണ്ടെന്നുള്ള അറിയാൻ പാടില്ല. S-500 എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ റഷ്യ ജോയിന്റ് ആയിട്ട് വികസിപ്പിക്കാം എന്ന് ഒരു സംസാരം നടക്കുന്നുണ്ട് എന്ന് കേട്ടു. അതിന് ആരെങ്കിലും കളിയാക്കിയതാണോ? ഇല്ല, നേരത്തെ തന്നെ ആ ഒരു ചർച്ചയുണ്ടായിരുന്നു. അത് ഇതിനൊക്കെ മുന്നേ തന്നെ ഈ ഒരു ചർച്ച വന്നിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ അത് കൂടുകയുള്ളൂ. ഇനിയിപ്പോൾ അത് കൂടത്തേ ഉള്ളൂ. അതാ പറഞ്ഞത്, അത് ഫൈനലൈസ്ഡ് അല്ലല്ലോ, കൺഫേംഡ് അല്ലല്ലോ, റൂമറുകളാണല്ലോ. അത് മാത്രമല്ല, റഷ്യ ആഗ്രഹിക്കുന്നത്, റഷ്യക്ക് പുറത്ത് ആദ്യമായി ഇന്ത്യക്ക് തരാനാണ് റഷ്യ ആഗ്രഹിക്കുന്നതെന്ന് ഡിഫൻസ് സൈറ്റുകളിൽ നേരത്തെ വാർത്തകളുണ്ട്. അല്ല, റഷ്യയുടെ ആയുധങ്ങൾ ഇന്ത്യക്ക് തരുന്നതിൻ്റെ അകത്ത് റഷ്യക്ക് സന്തോഷമുള്ളൂ. കാരണം റഷ്യയുടെ മിഗ് നമുക്ക് തന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള മിഗും റഷ്യയുടെ കയ്യിലുള്ള മിഗും തമ്മിൽ ആനയാടുമ്പോഴത്തെ വ്യത്യാസമാണ്. ഇന്ത്യയുടെ കയ്യിലിരിക്കുന്ന മിഗ് ഫാർ സുപ്പീരിയർ ആണ്. നമ്മൾ വഴിയെ കൂടെ പോയ സർവ്വ ടെക്നോളജി അതിൻ്റെ അകത്ത് കയറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്തു. റഷ്യ അത് ചെയ്തിട്ടില്ല. റഷ്യ മിഗ് എന്ന് പറയുന്ന പ്രോജക്റ്റ് ഇട്ടിട്ട് പോയിട്ട് നമ്മൾ റഷ്യയുടെ സുഖോയുടെ പുറകെയാണ് റഷ്യ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മിഗിൻ്റെ അകത്ത് ഡെവലപ്മെൻറ്റ് ഇല്ല. നമ്മൾ ആ മിഗ് ഇപ്പോഴും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. 40 കൊല്ലം മുന്നേ മേടിച്ച ഫ്ലൈറ്റ് ആണെങ്കിൽ പോലും നമ്മളത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞ പോലെ റഷ്യക്ക് ഇന്ത്യക്ക് ആയുധങ്ങൾ തരുന്നതിനകത്ത് റഷ്യക്ക് സന്തോഷമുള്ളൂ. കാരണം അത് ഇന്ത്യ അത് വേറൊരു ലെവലിലോട്ട് കൊണ്ടുപോകുന്നുള്ള കാര്യം റഷ്യക്ക് അറിയാം. S-500 കാര്യം വിട്, ഇത് ഒന്നുമല്ല, വേറൊരു സംഗതി എന്ന് പറഞ്ഞാൽ സുഖോയ് 75 പുറത്തേക്ക് വരുന്ന സ്റ്റെൽത്ത് ഫൈറ്റർ ആയിട്ടുള്ള 5th ജനറേഷൻ ഫൈറ്റർ പ്ലെയിൻ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട്, റഷ്യ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു, നമ്മൾ റഷ്യക്ക് കൊടുക്കുന്നു. അങ്ങനെ ഒരു പ്രൊപ്പോസൽ വന്നിട്ടുണ്ട്. അത് അക്സെപ്റ്റഡ് ഒന്നുമല്ല, ഡിസ്കഷൻ നടക്കുന്നു. എന്ന് പറഞ്ഞ പോലെ റഷ്യക്ക് ഇന്ത്യക്ക് ആയുധം തരുന്നതിൻ്റെ അത് റഷ്യക്ക് സന്തോഷമേ ഉള്ളൂ. അടുത്തത് ഇപ്പോൾ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കാൻ പോകുന്നത് പറഞ്ഞാൽ ഇന്ത്യ ഇനി ഇഷ്ടം പോലെ ആയുധങ്ങൾ വാരിക്കൂട്ടും. നമുക്കിപ്പോൾ ഒരു 30 ദിവസത്തെ ബാറ്റിൽ റെഡിനെസ്സേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നരേന്ദ്രമോദി അധികാരത്തിൽ കയറുന്ന സമയത്ത് AK ആന്റണി എന്ന പ്രതിരോധ മന്ത്രിയിൽ നിന്ന് നരേന്ദ്രമോദി മന്ത്രിസഭയിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് 2 ദിവസത്തെ ബാറ്റിൽ റെഡിനെസ് ഉണ്ടായിരുന്നു. നമുക്ക് 2 ദിവസം വെടിവെക്കാനുള്ള വെടിയുണ്ടകളെ ഉണ്ടായിരുന്നുള്ളൂ, അമ്മുനീഷനെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് 30 ദിവസം വരെ കൊണ്ടെത്തിച്ചിട്ടുണ്ടാവും. അതിനി 90 അല്ലെങ്കിൽ 120 ദിവസത്തേക്ക് കൊണ്ടുപോകും. എന്നാലേ പാകിസ്ഥാൻ, ചൈന, ബംഗ്ലാദേശ് ഈ 3 രാജ്യങ്ങളോടും ഒരു സമയത്ത് യുദ്ധം ചെയ്ത് വയ്ക്കാൻ പറ്റും. നമ്മൾ ഒരു കാര്യം മറന്നുപോയി. ഇത്രയും നാളും പെഹൽഗാം ഇൻസിഡന്റ് നടക്കുന്നതിന് തൊട്ട് മുന്നേ വരെ നമ്മൾ ബംഗ്ലാദേശിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. അവിടെ ഓൾറെഡി ഒരു യുദ്ധ സമാനമായ ഒരു സിറ്റുവേഷൻ നടക്കുകയും
അവിടെ നിന്നാണ് പെട്ടെന്ന് ഫോക്കസ് പഹൽഗാമിലേക്ക് പോകുന്നു, പാകിസ്ഥാനിലേക്ക് പോകുന്നു. ഇപ്പോൾ ബംഗ്ലാദേശിലേക്ക് ആരും നോക്കുന്നില്ല, തിരിച്ച് ഫോക്കസ് അവിടെ തന്നെ വരും. ഇത് രണ്ടുമായിട്ട് ഒരു സിറ്റുവേഷൻ വന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ചൈന എയർ സ്ട്രൈക്ക് നടത്തുക. ഇതാണ് നടക്കാൻ പോകുന്നത്. അതും മിക്കവാറും നടക്കും ഒരു 1.5-2 കൊല്ലം മാക്സിമം ഈ ഒരു സിനാരിയോ വന്നിരിക്കും. പ്രവചനമാണ്. ശരി. അല്ല, നമ്മുടെ പ്രവചനങ്ങളൊക്കെ ഏകദേശം നല്ലപോലെ തന്നെ നടന്നിട്ടുണ്ട്. മിസൈൽ പെരുമഴ എന്ന് പറഞ്ഞാൽ മിസൈലുകളും ഡ്രോണുകളും എയർ ഫൈറ്റുമാണ് നടന്നിരിക്കുന്നത്. അതെ, ഇത് വരണ്ട സാധനമാണ്. ആ സമയം കൊണ്ട് നമ്മൾ ഈ 145 ആകാശ് തീർ എന്നുള്ളത് നമ്മൾ 450ലേക്ക് കൊണ്ടുപോകുക. അങ്ങനെയുള്ള ആയുധങ്ങൾ മേടിച്ച് കൂട്ടിക്കൊണ്ട് തന്നെ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ GDPയുടെ 1.8% ഡിഫൻസ് ബഡ്ജറ്റ്. അത് 3-ലേക്കും 4-ലേക്കും പോയാലും ഞാൻ അത്ഭുതപ്പെടില്ല. അതായത് ഇപ്പോൾ നിലവിൽ മറ്റൊരു കാര്യം കൂടെ സംഭവിക്കുന്നുണ്ട്. അതായത് പ്രതിരോധ മേഖലയിൽ നമ്മളിപ്പോൾ ഒരു കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമായി മാറിക്കൊണ്ടിരിക്കുന്നു. അതിനി കൂടും. അത് ധാരാളമായി കൂടും. ഞാൻ പറഞ്ഞല്ലോ, പ്രൊഡക്ഷൻ ഈ 7-ാം തീയതി നമ്മൾ സ്ട്രൈക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഇന്റേണലി ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കമ്പനികളോടും പ്രൊഡക്ഷൻ കൂട്ടിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പെഹൽഗാം നടന്നു കഴിഞ്ഞിട്ട് ആദ്യമേ തന്നെ ചെയ്ത പല കാര്യങ്ങളിലൊന്ന്, ഡിഫൻസ് കമ്പനികളോട് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തോ, പ്രൊഡ്യൂസ്, വി വിൽ ബൈ, നിങ്ങൾ ഉണ്ടാക്കിക്കോ, നമ്മൾ മേടിച്ചോളാം എന്നുള്ളൊരു ലൈനിലോട്ട് തന്നെ കാര്യങ്ങൾ വന്നു. അതായത് ഈ കമ്പനികൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ സൈന്യം അത് വാങ്ങിയില്ലെന്നുണ്ടെങ്കിൽ അത് അവരുടെ സ്റ്റോക്കായിട്ട് വയ്ക്കുക, അവർക്ക് ബില്ല് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സിനാരിയോ മാറി. പ്രൊഡ്യൂസ് ചെയ്തോ, നിങ്ങൾ എത്ര സാധനം ഉണ്ടെങ്കിലും തന്നേക്കും, മേടിച്ചോളാം, അപ്പോഴേ ബില്ലടിച്ച് തന്നേക്കാം. ആ ഒരു സിനാരിയോയിലോട്ട് വന്നിട്ടുണ്ട്. അത് കൂടും. അപ്പോൾ ഈ ബ്രഹ്മോസ് ഒരു പ്രൈവറ്റ് കമ്പനിയാണ് ഉണ്ടാക്കുന്നത്. ഒരു റഷ്യയുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്ന ഒരു പ്രൈവറ്റ് കമ്പനിയാണ് ബ്രഹ്മോസ് ഉണ്ടാക്കുന്നത്. അവരും പ്രൊഡക്ഷൻ കൂട്ടിയിട്ടുണ്ട്. നമ്മുടെ ഏതൊക്കെ ആയുധങ്ങൾ ആർക്കൊക്കെ വേണോ ഉള്ള സ്റ്റോക്കിൽ നിന്ന് സൗകര്യം പോലെ എടുത്തു കൊടുക്കും. അത് മാത്രമല്ല, ഈ സ്വകാര്യ കമ്പനികളുമായിട്ടുള്ള പ്രതിരോധ മേഖലയിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ് അത് വളരെ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ബാംഗ്ലൂർ ഒരു വേസ്റ്റ് ആയിട്ടുള്ളൊരു കമ്പനിയാണ് നമുക്ക് ഡ്രോണുകൾ ഉണ്ടാക്കി തന്നിരുന്ന ഒരു കമ്പനി. അദാനി ഉണ്ടാക്കുന്നുണ്ട്. ടാറ്റ ഓൾറെഡി ഡിഫൻസിൻ്റെ അകത്ത് നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ടാറ്റ ചെയ്യുന്നുണ്ട്. എല്ലാം ഒന്നും പുറത്ത് പറയാനും പറ്റില്ല, അത് വേറെ കാര്യം. മഹീന്ദ്ര പ്രൈവറ്റ് പ്ലെയേഴ്സ് ആയിട്ടുള്ള, അതായത് ഇന്ത്യയിലെ ടോപ്പ് ലെവലിലുള്ള പൈസ മുടക്കാൻ പറ്റുന്ന എല്ലാ പ്രൈവറ്റ് പ്ലെയേഴ്സിനോടും കുറേ കൊല്ലങ്ങൾക്ക് മുമ്പേ പറഞ്ഞാണ് ഡിഫൻസിലോട്ട് തിരിഞ്ഞു, നല്ല പ്രൊഡക്റ്റാണ്, നമ്മൾ മേടിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വർഷങ്ങൾക്ക് മുമ്പ് നരേന്ദ്രമോദി ചെയ്ത കാര്യമാണത്. പ്രൈവറ്റ് ഡിഫൻസ് പ്ലെയേഴ്സിനെ കൊണ്ടുവരുന്ന, അവർക്ക് ലൈസൻസ് കൊടുക്കാനായിട്ട് പൂനെ ബേസ്ഡ് ആയിട്ടുള്ള ഫോർജിങ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു, ഭാരത് ഫോർജ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഭാരത് ഫോർജ് അവരോട് അവർ ഈ നല്ല സ്റ്റീല്, തോക്കുണ്ടാക്കാൻ പറ്റിയ ഹൈ ക്വാളിറ്റി സ്റ്റീലുകൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇതും കൂടെയാണ്. അവർ തോക്കുണ്ടാക്കി, ഒരു സമയത്ത് തോക്കുണ്ടാക്കിയാൽ മാത്രം പോലും ഇതൊരു ടെസ്റ്റ് ചെയ്യണമല്ലോ. ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഫയറിംഗ് റേഞ്ചിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ എങ്ങും തോക്ക് പൊട്ടിക്കാൻ പാടില്ല, നിയമം അനുസരിച്ച് ചെയ്യാൻ പാടില്ല. അവർ ഫയറിംഗ് റേഞ്ചിൽ പോയ ഇതൊന്ന് പൊട്ടിക്കാനായിട്ട് മാസങ്ങളോളം കാത്തിരുന്നിട്ട് പറ്റാത്തൊരവസ്ഥയിൽ ഒരു മീറ്റിങ്ങിൽ വെച്ചിട്ട് ഇതിൻ്റെ ഓണർ മനോഹർ പരീക്കറെ കണ്ടു. മനോഹർ പരീക്കറെ കണ്ടിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് സംഗതിയില്ല, ഇന്ത്യൻ നിയമം അതിന് അനുവദിക്കുന്നില്ല. അന്നേരം നിയമം മാറ്റി എഴുതി ഒരാഴ്ചക്കുള്ളിൽ അവർക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു ലെവൽ ഓഫ് ബ്യൂറോക്രസിയിൽ ആ ഒരു ലെവൽ ഓഫ് മാറ്റങ്ങൾ, റെഡ് ടേപ്പ് കട്ട് ചെയ്യുക എന്ന് 2014 നമ്മൾ കേട്ടതിന് ശേഷം പിന്നെ ഇപ്പം കേൾക്കലില്ല, ഇപ്പം ചെയ്ത് കാണിക്കലേ ഉള്ളൂ. അത് മാത്രമല്ല, ഇതിപ്പോൾ ഇന്ത്യയുടെ ഒരു കാര്യം പറയുമ്പോൾ ഈ ഒരു സംഘർഷത്തോടു കൂടി ഒരു വലിയ ശക്തിയായിട്ട് മാറിയിരിക്കുകയാണ്. അത് ഒരു വലിയ മാറ്റമാണ്. അതായത് ആവശ്യത്തിന് പ്രൊഡക്ഷൻ. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പാകിസ്ഥാനുള്ള ആയുധങ്ങളൊക്കെ തദ്ദേശീയമായിട്ടുള്ളത് വളരെ കുറവാണ്. കൂടുതലും അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും വാങ്ങുന്ന ചൈനയാണ് പ്രധാനമായിട്ടും. അതേസമയം ഇന്ത്യയുടെ അങ്ങനെയല്ല, തദ്ദേശീയമാണ്. അത് ആത്മനിർഭർ ഭാരതിൻ്റെ അകത്ത് വളരെ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല വൈദ്യത്തെ,
ഈ പഴയ തോക്കുകളുടെ പഴയ മിസൈലുകളുടെയൊക്കെ കാര്യം പറഞ്ഞല്ലോ, കണ്ടം ചെയ്യാനായിട്ട് വെച്ചിരുന്നതാണ്. അതായത് ഡീകമ്മീഷൻ ചെയ്യാനായിട്ട് വെച്ചിരുന്നതാണ്. ഡീകമ്മീഷൻ ചെയ്യാനായിട്ട് വെക്കുന്ന സമയത്ത് നമ്മൾ ഈ ബാറ്റിൽ റെഡിനെസ് 30 ദിവസത്തെ കാര്യം പറഞ്ഞല്ലോ, ഈ കണ്ടം ചെയ്യാൻ വെച്ചിരിക്കുന്ന തോക്കിൽ 30 ദിവസത്തേക്കുള്ള വെടിയുണ്ട ഉണ്ടാവും അവിടെ. അതെ, മനസ്സിലായി. അതുകൂടെ ഉൾപ്പെടെയാണ് ഡീകമ്മീഷൻ ചെയ്യുന്നത്. ഇതൊന്നും ഡീകമ്മീഷൻ ചെയ്യാതെ 10 പൈസ ഇത് ചിലവാക്കാതെ ഒരു തോക്ക് കിട്ടി. സംഗതി ശരിയാണ്, അതിൻ്റെ അകത്ത് റോബോട്ടിക്സ്, ഹൈഡ്രോളിക്സ്, ഏവിയോണിക്സ്, സർവ്വ ഇലക്ട്രോണിക്സും പിന്നെ അതിൻ്റെ പുറകെ കോഡും കൂടെ എഴുതിയിട്ടാണ് ഇതെല്ലാം നടന്നത്. പണി ചില്ലറയൊന്നുമല്ല. പക്ഷെ ആ പൈസ പോവാതെ അതിനെ ലാഭിച്ചു. 1 രൂപയെങ്കിൽ 1 രൂപ പോവാതെ ലാഭിച്ച് ചെയ്ത കാര്യങ്ങളാണ്. മാത്രമല്ല ഈ ബോഫോഴ്സ് ഗണ്ണാണ് ഈ പറഞ്ഞ L-70 എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ അമ്യൂണിഷൻ ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. അത് ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് കൊടുക്കാനും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാം. മനസ്സിലായോ? നമ്മളിവിടുന്ന് ഇസ്രായേലിലേക്കൊക്കെ വെടിയുണ്ടകൾ കയറ്റി അയച്ചത് നാറ്റോ സ്റ്റാൻഡേർഡ് റൗണ്ടുകളൊക്കെയാണ്. ഇതും സ്റ്റാൻഡേർഡ് റൗണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? അതെ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇതൊരു ടെസ്റ്റിംഗ് ആയിട്ട് ഇന്ത്യ ഉപയോഗിച്ചു എന്ന് പറയണം. ഇതൊരു ടെസ്റ്റിംഗ് ആയിട്ട് ഇന്ത്യ മാത്രമല്ല ഉപയോഗിച്ചത്. ഇന്ത്യയുടെ ആയുധങ്ങളുടെ ടെസ്റ്റിംഗ് ആയിരുന്നു ഇത്. റഷ്യൻ ആയുധങ്ങളുടെ ടെസ്റ്റിംഗ് ആയിരുന്നു ഇത്. ചൈനീസ് ആയുധങ്ങളുടെ ടെസ്റ്റിംഗ് ആയിരുന്നു ഇത്. അമേരിക്കൻ ആയുധങ്ങളുടെ ടെസ്റ്റിംഗ് ആയിരുന്നു ഇത്. ഒരു രാജ്യം മാത്രമല്ല ഇതിനെ ഒരു ടെസ്റ്റിംഗ് ആയിട്ട് ഉപയോഗിച്ചത്. മാത്രമല്ല അതിനപ്പോൾ ഈ ആണവമാണോ എന്ന് പറയുന്നത് വല്ല കാര്യം ഉണ്ടോ എന്നും കൂടെ ഉള്ള ടെസ്റ്റിംഗ് കൂടെ അതിൻ്റെ കൂടെ അല്ല. പക്ഷെ വേറെ കാര്യമുണ്ട്. ഇനി പാകിസ്ഥാൻ ഒരു ആണവ ശക്തിയല്ല. ഉണ്ടായിരുന്ന ന്യൂക്ലിയർ ഫ്യൂവൽ മെൽറ്റായി അത് ആ ഫെസിലിറ്റി മണ്ണിട്ട് മൂടാനേ ഇനി പറ്റൂ. കാരണം തുറക്കാൻ പറ്റില്ല. തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് റേഡിയേഷൻ പുറത്തേക്ക് വരും, ലീക്കാവും. തുറക്കാൻ പറ്റില്ല. അതിൻ്റെ അകത്ത് ഏകദേശം 170 പേരെങ്ങാണ്ട് ജീവനോട് അതിൻ്റെ അകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിപ്പുണ്ടായിരുന്നു ഈ സംഭവം നടക്കുന്ന സമയത്ത്. അവർ പോയി. അവർ ഓൾറെഡി മെൽറ്റായി. ഇപ്പോഴും ഇന്ന് കൂടി 4.8 മാഗ്നിറ്റ്യൂഡിൽ പാകിസ്ഥാനിലൊരു ഭൂമികുലുക്കം നടന്നിട്ടുണ്ട്. ബാക്കി എങ്ങുമില്ല. പാകിസ്ഥാനിൽ മാത്രമേ ഭൂമികുലുക്കം നടക്കുന്നുള്ളൂ. 4.8, 4.7, 5.3 എന്ന് പറഞ്ഞിട്ട് ഈ ഒരു റേഞ്ചിൽ ഭൂമികുലുക്കങ്ങൾ അവിടെ മാത്രം നടക്കുന്നുണ്ട്. ടെക്ടോണിക് പ്ലേറ്റ്സിന് അനക്കമില്ല. ബാക്കി അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് സാധാരണ എവിടെയെങ്കിലും ഭൂമികുലുക്കം നടന്നു കഴിഞ്ഞാൽ കടലിൽ അതിൻ്റെ ഒരു ഇത് വരും. അവിടെയില്ല. എങ്ങും വേറെ എങ്ങൊന്നും ഒരു ഇതുമില്ല. അവിടെ ഭൂമികുലുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജാക്കോബാബാദിൽ മിച്ചം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആണവ ഏജൻസികൾ പിടിച്ചുകൊണ്ട് പോകും. കാരണം ഇറ്റ്സ് അൺസേഫ്. പൊട്ടൻഷ്യലി ഒരു കോൺഫ്ലിക്റ്റ് നടക്കുന്ന രാജ്യമാണ്. ഇറ്റ്സ് അൺസേഫ്. ഒന്നുകിൽ നീ അതെടുത്ത് പ്രയോഗിക്കും, അല്ലെങ്കിൽ ഇന്ത്യ ഇനി ഒരു ആക്രമണം കൂടെ നടത്തുകയും അത് അവിടെ ഇരുന്ന് പൊട്ടും. എങ്ങനെയാണെങ്കിലും ലോകത്തിന് കഷ്ടം അമേരിക്ക എടുത്തുകൊണ്ട് പോകും. അമേരിക്കയാണ് എടുത്തുകൊണ്ട് പോകാനൊരു കാരണം നോക്കിയിരിക്കുകയാണ്. ഇസ്രായേൽ കുറേ നാളായിട്ട് ചുരണ്ടുന്നു, നമുക്കിത് അടിച്ചു പൊട്ടിക്കാൻ ചേട്ടാ, ബാ നിങ്ങൾ എനിക്ക് ഇച്ചിരി പെട്രോൾ തന്നുവെച്ചാൽ മാത്രം മതി, ഞങ്ങൾ ചെയ്തോളാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ പുറകെ നടക്കാൻ തുടങ്ങി 70 കിലോമീറ്ററാണ്. അന്ന് മുതൽ ഇത് തല്ലിപ്പൊട്ടിക്കാനായിട്ട് ഇസ്രായേൽ നടക്കുകയാണ് അണുവായുധങ്ങൾ. ഇനി പാകിസ്ഥാന് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമുണ്ട്. ഡർട്ടി ബോംബ് ഇറക്കുക. അണുവായുധമല്ലാത്ത റേഡിയേഷനുള്ള റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ എടുത്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ സാധാരണ എക്സ്പ്ലോസീവ് ബോംബിൻ്റെ എക്സ്പ്ലോസീവ് എടുത്ത് വെക്കുക. എന്നിട്ട് ഈ എക്സ്പ്ലോസീവ് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഈ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ചെതറിത്തെറിക്കുമല്ലോ, അതിലൂടെ റേഡിയോ ആക്ടിവിറ്റി ലീക്ക് ചെയ്തിട്ട് നാട്ടുകാർക്ക് ഉപദ്രവിക്കുക. അതേ ഇനി പാകിസ്ഥാൻ. പക്ഷെ അതിന് അണുവായുധത്തിൻ്റെ പോലെ പ്രഹരശേഷിയില്ല. ആക്ച്വലി അതിൻ്റെ അകത്ത് ആ ബോംബ് പൊട്ടുന്നത് മാത്രമേ വരൂ. പക്ഷെ അത് കഴിഞ്ഞിട്ട് വരുന്ന റേഡിയോ ആക്റ്റീവായിട്ടുള്ള എലമെൻസിൻ്റെ ലീക്കേജ് അത് മാത്രമേ വരുള്ളൂ. അത് തന്നെ ധാരാളമാണ്. അത് വേറെ കാര്യം. ഓക്കെ. അപ്പോൾ ഇനി ഒരു സാധ്യത എന്താണ്? ഇനിയൊരു യുദ്ധത്തിന് അല്ലെങ്കിൽ ഇങ്ങനെയൊരു അറ്റാക്കിന് പാകിസ്ഥാൻ ശ്രമിക്കുമോ? പാകിസ്ഥാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇനി പാകിസ്ഥാൻ്റെ പുറകിൽ വരാൻ പോകുന്ന അമേരിക്കയും ചൈനയും രണ്ടുപേരും വരും. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ വന്നാലും മതി. നേരത്തെ ഇതിൻ്റെ അകത്ത് ചൈനയായിരുന്നു പാകിസ്ഥാനെ പറഞ്ഞു ഈ ഒരു പെഹൽഗാം ഇൻസിഡൻറ്റിന് വേണ്ടി പാകിസ്ഥാനെ നിർബന്ധിച്ചതെങ്കിൽ ഇനി അത് അമേരിക്കയുടെ കയ്യിൽ നിന്ന് വന്നുകൂടായികയില്ല. കാരണം ഒരൊറ്റ യുദ്ധം കൊണ്ട് ഈ ഒരു 3 ദിവസം കൊണ്ട് ഗ്ലോബൽ മിലിറ്ററി പവറിൻ്റെ അകത്ത് ഒന്നുമല്ലാതിരുന്ന, അല്ലെങ്കിൽ ഒന്നുമല്ലായികയല്ല, ഒരു 6ലോ 7ലോ വേണമെന്നുണ്ടെങ്കിൽ റാങ്ക് ചെയ്തുകൊണ്ടിരുന്ന ഇന്ത്യ 3ാമതെത്തി. ഒരു പരിധി വരെ റഷ്യയെ കാട്ടി മുകളിൽ പോയി. റഷ്യ ഉക്രൈനോട് യുദ്ധം ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി.
റഷ്യ ഉക്രൈനോട് യുദ്ധം ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി എന്ന് മാത്രമല്ല, റഷ്യയുടെ ഒത്തിരി റിസോഴ്സസ് പോയി, ഉക്രൈൻ്റെ ഒത്തിരി റിസോഴ്സസ് പോയി, റഷ്യയുടെ നിരവധി സൈനികർ കൊല്ലപ്പെട്ടു. അതാണ് റിസോഴ്സസ് എന്ന് പറയുമ്പോൾ ഹ്യൂമൻ റിസോഴ്സസും എല്ലാവരും എല്ലാം, അല്ലാതെ പൈസ, ആയുധം, മനുഷ്യര്. S-400 വരെ അടി കിട്ടിയെന്ന് തോന്നുന്നു. പിന്നെ യുക്രൈനിന്റെ ഡ്രോൺ ആക്രമണത്തിൽ S-400 പിടിച്ചെന്നില്ല. അതല്ലേ പറഞ്ഞത്, റഷ്യയിൽ ഡ്രോൺ ആക്രമണം നടന്നപ്പോൾ, ഉക്രൈൻ്റെ ആക്രമണം നടന്നപ്പോൾ S-400 മുഴുവൻ പിടിച്ചെന്നില്ല. കാരണം S-400 ഒരേ സമയം 80 ടാർഗറ്റുകളെ മാർക്ക് ചെയ്യും, അതിൻ്റെ അകത്ത് 36 എണ്ണത്തിനെ മാത്രമേ എൻഗേജ് ചെയ്യാൻ പറ്റൂ. ഇവിടെ പാകിസ്ഥാനിൽ നിന്ന് കയറി വന്ന 500 ഡ്രോണാണ് ഒരേ സമയം കയറി വന്നത്. അതാണ് നമ്മൾ അടിച്ചിട്ടത്. S-400 യുക്രൈൻ ഡ്രോൺ യൂസ് ചെയ്തു. S-400 ഡ്രോണിനെ പിടിക്കാനായിട്ട് ഡിസൈൻ ചെയ്ത സാധനമല്ല. ആ സാധനം ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലിനെ പിടിക്കാനായിട്ട് ഡിസൈൻ ചെയ്ത സാധനമാണ്. ഡിസൈൻ തന്നെ എങ്ങനെയാണ്. ഇനി S-500 നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ളൊരു സാധനം വരും. അത് ഈ പറഞ്ഞ പോലെ അയൺ ഡോം പോലെ, അയൺ ഡോമും കോംപ്രിഹെൻസീവ് അല്ല. അയൺ ഡോമിന് 3 ലെയർ ഓഫ് മിസൈൽസ് ഉണ്ട്. ഒന്ന് ലോങ് റേഞ്ച്, മീഡിയം റേഞ്ച്, ഷോർട്ട് റേഞ്ച്. അങ്ങനെ 3 ലെയർ ഓഫ് മിസൈൽ ഉണ്ടെന്നേ ഉള്ളൂ. അയൺ ഡോമിൻ്റെ അകത്ത് ഡ്രോണിനെ പിടിക്കാനായിട്ടൊരു സാധനം അവർ എഴുതി വെച്ചിട്ടില്ല. അവരുടെ നല്ല കാലം ഹമാസ് ഡ്രോൺ യൂസ് ചെയ്തിട്ടില്ല. ഹമാസിന് സ്ഥിരമായിട്ട് റോക്കറ്റ് മതിയല്ലോ. ഹമാസിന്റെ റോക്കറ്റ് ഏതാന്ന് ചോദിച്ചാൽ സിമെന്റ് പൈപ്പിന്റെ അകത്ത് മറ്റേ വെടിമരുന്ന് കുത്തി നിറച്ചിട്ട് മൂട്ടി തീ കൊടുക്കുന്ന സാധനമാണ് ഹമാസിന്റെ റോക്കറ്റ്. അതാണ് പറഞ്ഞ് നേരെ മറ്റേ ഇവിടം വരെ വരും, ഇസ്രായേൽ വരെ വരും. കാരണം വരും അതിന്റെ അപ്പുറം ഇപ്പുറം എന്നിട്ടല്ലേ ഈ കത്തിച്ചുവിടേ. ദൂരം കുറവുണ്ട്, മനസ്സിലായോ? അതെ, ദൂരക്കുറവുണ്ട്. ഇസ്രായേൽ എന്ന് പറയുന്നത് തന്നെ ഒരു ചെറിയ രാജ്യമാണ്. എന്തായാലും അടുത്ത 1-2 വർഷങ്ങൾക്കകം ഈ ലോകക്രമത്തിൻ്റെ ആ മാറ്റങ്ങൾ, അതായത് ശാക്തിക ചേരികൾ, ഇതൊക്കെ മാറുന്നത് നമുക്ക് കാണണം. കാണണം.